നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വലപ്പാട് ഉപജില്ല കേരള സ്കൂൾ കായികോത്സവത്തിന് കൊടിയേറി. കായികമേളയിൽ കായിക അധ്യാപകർ പ്രതിഷേധിച്ചു. അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക കാഴ്ച ദിനാചരണം നടത്തി. വാർത്തകൾ വിശദമായി. വലപ്പാട് ഉപജില്ല കേരള സ്കൂൾ കായികോത്സവത്തിന് കൊടിയേറി. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന കായികോത്സവം നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. വലിയ മാറ്റങ്ങളാണ് സർക്കാർ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ഉപജില്ലാ കലോത്സവം നടക്കുന്നതോടൊപ്പം തന്നെ ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ കലോത്സവം തൃശ്ശൂരിലേക്ക് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ രാജ്യത്തുകൊണ്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മാസത്തിൽ തന്നെ തൃശ്ശൂർ ജില്ലയിൽ ആരംഭിക്കുകയുണ്ടായി. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ വിദ്യാഭ്യാസ രംഗത്തുള്ള കുട്ടികളുടെ കായിക പരിശീലനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള വലിയൊരു പദ്ധതി നമ്മുടെ സർക്കാർ നടപ്പാക്കാൻ പോകുന്ന ഒരു നിർദ്ദേശം കൂടി നമ്മുടെ ഈ മേഖലയിൽ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നിയമസഭയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പോയപ്പോൾ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇത് നടപ്പാക്കുന്നവരുടെ സംഘടനാപരമായിട്ടുള്ള ആൾക്കാർ ഇന്ന് കാണുകയുണ്ടായിരുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷനായി. വലപ്പാട് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ അമ്പിളി KV പതാക ഉയർത്തി. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുല അരുണൻ മുഖ്യാതിഥിയായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, PTA പ്രസിഡന്റ് UK ഗോപാലൻ, വികസന സമിതി ഭാരവാഹികളായ ശ്രീജ മൂസമി, TV വിനോദ്, CK ബിജോയ്, AA ജാഫർ, MA സാദിഖ് എന്നിവർ സംസാരിച്ചു. MLA ഫണ്ടിൽ നിന്നും 3 കോടി ചിലവിട്ട് ആധുനിക രീതിയിൽ പണിതീർത്ത സിന്തറ്റിക് ട്രാക്കിലാണ് കായികമേള നടക്കുന്നത്. കായിക അധ്യാപകർ തുടരുന്ന നിസ്സഹകരണ സമരത്തിലെ ആവശ്യങ്ങൾ ഗൗരവപൂർവ്വം ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് CC മുകുന്ദൻ MLA ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. കായിക അധ്യാപകരുടെ പ്രശ്ന പരിഹാരത്തിനായി നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഔദ്യോഗിക തീരുമാനമെടുത്ത് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുമെന്ന് പ്രസിഡന്റ് MR ദിനേശൻ യോഗത്തിൽ അറിയിച്ചു. വലപ്പാട് ഉപജില്ലാ കായികമേള ആദ്യമായാണ് സിന്തറ്റിക് ട്രാക്കിൽ നടക്കുന്നത്. വലപ്പാട് ഉപജില്ലാ കായികമേളയിൽ കായിക അധ്യാപകരുടെ പ്രതിഷേധം. മുഴുവൻ വിദ്യാലയങ്ങളിലും കായിക അധ്യാപകരെ നിയമിക്കുക, വിദ്യാലയങ്ങളിൽ തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഉപജില്ലയിലെ കായിക അധ്യാപകർ പ്രതിഷേധിച്ചു. MLA CC മുകുന്ദന് നിവേദനം നൽകി. പ്രതിഷേധ പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ച് നടന്ന പ്രതിഷേധത്തിൽ വലപ്പാട് ഉപജില്ലയിലെ കായിക അധ്യാപകരായ ബിജു, പ്രശാന്ത്, ബിന്ദു, സിജിൽ, സുജ, മെറിൻ, ബബിൽനാഥ്, സുഹൈൽ, ധീരജ്, അലിൻ, അജിത്, ഹനീഫ എന്നിവർ പങ്കെടുത്തു. വലപ്പാട് ഉപജില്ലയിൽ 115 വിദ്യാലയങ്ങൾ ഉള്ളതിൽ കേവലം 13 കായിക അധ്യാപകർ മാത്രമാണുള്ളത്. മറ്റ് ഉപജില്ലാ മേളകൾക്ക് ഉള്ളതുപോലെ കുട്ടികൾക്ക് ഭക്ഷണമോ അടിസ്ഥാന സൗകര്യമോ നൽകാൻ സംഘാടകർക്ക് സാധിച്ചിട്ടില്ല എന്നും വലപ്പാട് ഉപജില്ലാ കായികമേളയിൽ ഗ്രൗണ്ടിൽ ഒഫീഷ്യലായി നിൽക്കുന്നതും ഫിനിഷിംഗ് പോയിന്റ് നോക്കുന്നതും നാട്ടിക അക്കാദമിയിലെ വിദ്യാർത്ഥികളാണെന്നും ഇവർ പറഞ്ഞു. യോഗ്യതയുള്ള ഒഫീഷ്യൽ അല്ലാത്തതിനാൽ തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഈ മേളയിൽ ഉടനീളം കാണാൻ സാധിക്കും. കൂടാതെ മത്സരാർത്ഥികളുടെ കോച്ചും സഹതാരങ്ങളും നിയന്ത്രിക്കുന്ന മത്സരരീതി അശാസ്ത്രീയമാണെന്ന് രക്ഷിതാക്കളും അധ്യാപകരും മറ്റ് മത്സരാർത്ഥികളും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരം മത്സരങ്ങൾ വളർന്നുവരുന്ന കായിക താരങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലാണ് വലപ്പാട് ഉപജില്ല സ്പോർട്സ് മത്സരം മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് ആരോപണം. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഞങ്ങൾക്ക് ഒരു കായിക അധ്യാപകൻ വേണം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നിലവിൽ വലപ്പാട് ഉപജില്ലയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 115ഓളം സ്കൂളുകളുണ്ട്. അതിലാകെ 13 കായിക അധ്യാപകർ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ LP, UP, ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിൽ ഒറ്റ കായിക അധ്യാപകർ പോലുമില്ല. എങ്കിലും ഞങ്ങൾ ഈ നിസ്സഹകരണം തുടരുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ എല്ലാ വിദ്യാലയങ്ങളിലും ഒരു കായിക അധ്യാപകൻ, അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലെ ജോലി നഷ്ടപ്പെട്ട കായിക അധ്യാപകരുണ്ട്, അവരെ സംരക്ഷിക്കണം. ഇത്തരത്തിലുള്ള കുറച്ച് 4 നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. സ്പോർട്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മാത്രം ഇവിടെ വെള്ളമില്ല, ഫുഡില്ല, തണലും വരില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ കലോത്സവത്തിൻ്റെ കാലഘട്ടം. ഏത് നേരമാണെങ്കിലും അവർക്ക് നല്ല ഫുഡും നല്ല ബിരിയാണിയും നല്ല വെള്ളമൊക്കെ ഇല്ല. പക്ഷേ കായിക മേളത്തിൽ വരുമ്പോൾ മാത്രം ഒരു വെള്ളം പോലും ഇല്ല.
അത് എന്ത് വേർതിരിവാണ് ഇവർ കാണിക്കുന്നതെന്ന് മനസ്സിലാവില്ല. മണപ്പുറം വയോജന ക്ഷേമ സമിതി ചാരിറ്റബിൾ സൊസൈറ്റി തൃപ്രയാറിന്റെ ആഭിമുഖ്യത്തിൽ മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം നടത്തി. CC മുകുന്ദൻ MLA വിതരണോദ്ഘാടനം നടത്തി. സമിതി ചെയർമാൻ ലാൽ കച്ചില്ലം അധ്യക്ഷനായി. സെക്രട്ടറി കിഷോർ വാഴപ്പള്ളി, മണപ്പുറം CEO ജോർജ് D. ദാസ്, മാനേജർ ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ, PK സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ, ഡോക്ടർ PR സിദ്ധാർത്ഥ ശങ്കർ, PSP നസീർ, ഷാനവാസ് KH, സമിതി ട്രഷറർ ബിജോയ് PS, സിന്ധു പ്രസാദ്, തങ്കമണി KK, ദമയന്തി CV, വത്സല രവീന്ദ്രൻ, സന്ധ്യ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബാംഗ്ലൂർ വിശ്വേശ്വരയ്യ മ്യൂസിയത്തിലെ സീനിയർ ചിത്രകാരൻ SK അന്തിക്കാട്, ഭിന്നശേഷി കുട്ടികളുടെ ശരീര സൗന്ദര്യ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ അഫ്രീന, ഫാത്തിമ എന്നിവരെ ചടങ്ങിൽ CC മുകുന്ദൻ MLA ആദരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 18ാം വാർഡിൽ പാതാട്ട ക്ഷേത്രം റോഡ് നാടിന് സമർപ്പിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ച പാതാട്ട ക്ഷേത്രം റോഡ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ KK പ്രഹർഷൻ അധ്യക്ഷനായി. വാർഡ് വികസന സമിതി അംഗങ്ങളായ KR മുരളി, AR സത്യൻ, യതീന്ദ്രദാസ് പാതാട്ട്, ഷീജ ഹരിദാസ്, KN പ്രേംസിരി, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതസേന പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ റോഡ് നിർമ്മാണത്തിൽ പങ്കാളികളായ സിന്ധു, ചന്ദ്രിക, രമ, രാധ, ബാബു തുടങ്ങിയവരെ ആദരിച്ചു. നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചേൽപ്പിച്ച ഹരിതകർമ്മസേന അംഗങ്ങളായ സുബിത, സബിത, ജീജ തുടങ്ങിയവരെയും ചടങ്ങിൽ ആദരിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് പണി തീർത്ത പാതാട്ട് ക്ഷേത്രം റോഡ് വാർഡ് 18 നമ്മൾ ഔദ്യോഗികമായിട്ട് തുറന്നു കൊടുക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട്. ജെ മെമ്പർ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ശരിയാണ്. ഞങ്ങളുടെ ഏകദേശം ഭരണസമിതിയുടെ അവസാനിക്കുന്ന ആ ഒരു സമയത്തിൽ നമ്മൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം 21ഓളം റോഡുകൾ നമ്മൾക്ക് ജനങ്ങൾക്ക് നൽകുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മളിന്ന് 7ാമത്തെ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ ഈ ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മുടെ തൊഴിലുറപ്പിലെ ചേച്ചിമാരും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരുടെയും സഹകരണത്തോടു കൂടിയിട്ടാണ് നമ്മളുടെ ഇങ്ങനത്തെ ഒരു റോഡ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ കയ്പമംഗലം മേഖല വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും നടത്തി. 3 പീടിക ഗ്ലോറി പാലസിൽ നടന്ന പൊതുസമ്മേളനം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജോഷി ഇമ്മട്ടി ഉദ്ഘാടനം ചെയ്തു. 2010 ഈ സംഘടന രൂപം കൊള്ളുന്നു. കേരള സംസ്ഥാനത്തിന് വേണ്ടി കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഈ സംഘടനയെക്കുറിച്ച് ഏതാനും ചില ലൈറ്റ് ആൻഡ് സൗണ്ടുകാർ ആലോചിക്കുന്നു. നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാനും അധികാര വർഗങ്ങളിലേക്ക് എത്തിക്കാനും നമുക്ക് ലഭിക്കേണ്ടതായ ന്യായമായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ സംഗമിക്കണം. ആ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്താൻ വേണ്ടി 2010 ഒരു സംഘടന അന്ന് അവിടെ രൂപം കൊള്ളുകയാണ്. ആ സംഘടനയുടെ പേരാണ് LSWA. അപ്പം നമുക്ക് കിട്ടിയ വലിയൊരു സൗഭാഗ്യം എന്തെന്ന് വെച്ചാൽ ഈ ഒക്ടോബർ മാസത്തിലാണ് നമ്മുടെ സംഘടനയുടെ സ്ഥാപക ദിനമായിട്ട് ആചരിക്കുന്നത്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ആ ഗേറ്റിൻ്റെ അവിടെയൊക്കെ നിൽക്കുന്ന ഒരുപാട് മെമ്പർമാരും കുടുംബാംഗങ്ങളും വേഗം ഒന്ന് കയറിയിരുന്നോ? നമുക്കപ്പോൾ കുറച്ചുകൂടെ ചെയറുകളിവിടെ ബാക്കിയുണ്ട്. ഒന്ന് കയറിയിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ വേദിയൊക്കെ കാണാൻ, സദസ്സൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ആ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നവർ, ആ ലൈറ്റിൻ്റെ അവിടെ നിൽക്കുന്നവർ, ആ സൈഡിൽ വെറുതെ നിൽക്കുന്നവരൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ചെയർ ഇപ്പോൾ ബാക്കിയുണ്ട്. കുറച്ച് കഴിഞ്ഞ് വന്ന് ഈ ചെയറിൽ ഇരിക്കാൻ നോക്കിയാൽ ആ ചെയറിൽ ആളായിട്ടുണ്ടാവും. ഷാജു PCJM അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി TR സുഗിൽദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് PC ഹൈദ്രോസ്, ജില്ലാ ട്രഷറർ സാജ് സുരേഷ്, സംസ്ഥാന കൗൺസിൽ അംഗം ആഷിഖ് കുന്നംകുളം, സംസ്ഥാന കമ്മിറ്റി അംഗം സാബു തൃപ്രയാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ OK സജയൻ, VCJ ചന്ദ്രൻ, മുൻ സംസ്ഥാന സെക്രട്ടറി KT ചന്ദ്രൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സോമസുന്ദരൻ, മേഖലാ സെക്രട്ടറി സിദ്ധി തൗബ എന്നിവർ സംസാരിച്ചു. നെജു പെർഫെക്റ്റ് പഠന ക്ലാസ് നയിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഗാനമേളയും ഉണ്ടായിരുന്നു.
കാരമുഖ ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക കാഴ്ച ദിനാചരണം നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് സ്കൂൾ മാനേജർ CS പ്രദീപ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PB ജോഷി അധ്യക്ഷത വഹിച്ചു. കുട്ടികളെ നിങ്ങളുടെ കണ്ണുകളെ സ്നേഹിക്കുക എന്ന ആശയത്തോടെയാണ് ലോക കാഴ്ച ദിനം ആചരിച്ചത്. നേത്രദാനത്തിന്റെ മഹത്തായി 27 സംവത്സരങ്ങൾ പൂർത്തീകരിച്ച് 326-ൽ അധികം നേത്രദാനത്തിന് നേതൃത്വം നൽകിയ ബെന്നി കണ്ടശാങ്കടവിനെ ആദരിച്ചു. നേത്രദാനത്തിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് പരിപാടിയിൽ പങ്കെടുത്ത 9ഓളം പേർ നേത്രദാനത്തിന് തയ്യാറായി. സ്കൂൾ പ്രധാനാധ്യാപിക ജയന്തി N മേനോൻ, MPTA പ്രസിഡന്റ് ഷാരി ജുബിൻ, ഇക്കോ ക്ലബ്ബ് കൺവീനർ EV ദിനേശ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. നൽകുന്ന കാഴ്ച എന്താണെന്ന് ഇന്നാണ് നമ്മൾ പലരും അറിയുന്നത്. 326 പേർക്ക് കാഴ്ച നൽകിയ ഒരു മഹാമനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു തുന്നൽ ജീവനക്കാരനാണ്, നാട്യമ്പുറത്തുകാരനാണ്. സാധാരണക്കാരനിൽ സാധാരണക്കാരനായി തൻ്റെ വിശേഷതകൾ നാട്ടിൽ വിളിച്ചു പറയാൻ ആഗ്രഹിക്കാത്ത ഒരു മാന്യദേഹമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇത്രയും പേർക്ക് സ്വയം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മഹാത്യാഗം ചെയ്യാനുള്ള, നന്മ ചെയ്യാനുള്ള കഴിവ്, അതാണ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ തിരിച്ചറിയേണ്ടത്. നമ്മളുടെ കണ്ണുകൾ ദാനം ചെയ്യുക. 163 പേരുടെ കണ്ണുകൾ അദ്ദേഹം ഒപ്പിട്ടുകൊണ്ട് അദ്ദേഹത്തിന് നേത്ര ബാങ്കിൽ അദ്ദേഹത്തിന് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കാട്ടാനിൽ അമ്മിണി അമ്മ ആൻഡ് വന്നേരിപ്പറമ്പിൽ അപ്പുക്കുട്ടൻ മേനോൻ ട്രസ്റ്റിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ അന്തിക്കാട് ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിന് സ്ഥലത്തിനായി 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. അന്തിക്കാട് കാർത്തിക ഓഡിറ്റോറിയത്തിൽ ചേർന്ന പരിപാടി CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ട്രസ്റ്റി രവിനാഥ് അധ്യക്ഷത വഹിച്ചു. ആൽഫ പ്രസിഡന്റ് ശശിധരൻ കൊട്ടേക്കാട്ട് ആമുഖ പ്രഭാഷണം നടത്തി. മാനേജിംഗ് ട്രസ്റ്റി കാട്ടാനിൽ രവിനാഥിൽ നിന്ന്
ആൽഫ രക്ഷാധികാരി ഡോക്ടർ ആന്റണി വർക്കിത്തോപ്പിൽ ചെക്ക് ഏറ്റുവാങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ, അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, വൈസ് പ്രസിഡന്റ് സുജിത് PS, ആവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ, ജോസ് വള്ളൂർ, ശ്രീവത്സൻ അന്തിക്കാട്, KM കിഷോർ കുമാർ, ഗോകുൽ കരിപ്പിള്ളി, ട്രസ്റ്റ് സെക്രട്ടറി നിർമ്മല രവിനാഥ്, കേണൽ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ആരാധന പോലെ സ്വീകരിക്കുന്ന ഒരു വീടാണ് രാമകുമാറിൻ്റെ വീട്. അവിടെ ചേട്ടനാറ്റിമാരോട് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നെക്കുറിച്ച് എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഇവരെ അമ്മയുടെയും അച്ഛൻ്റെയും കഥ പറയുന്ന പോലെ എൻ്റെ കുടുംബവും ഈ കുടുംബമായി വളരെയേറെ ബന്ധമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ പഴയകാല ചരിത്രം ഒരു പുസ്തകത്തിലൂടെ അത് പ്രസിദ്ധീകരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതടുത്ത് തന്നെ വലിയ പ്രസിദ്ധീകരണം ഉണ്ടാകും. അത് എന്തായാലും നമ്മൾ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള പുസ്തകം ഇറക്കുന്നത് ഒരു സമിതിയാണ്. അതിനോടൊപ്പം തന്നെ അത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ സ്പീക്കറും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും കൂടിയാണ്. ഞാൻ അവരെ ക്ഷണിച്ചു കഴിഞ്ഞു. അത് വലിയ ചരിത്രം, നമ്മുടെ നാടിനുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ നമ്മുടെ ഈ കുടുംബം, ഇപ്പം നമ്മുടെ മക്കൾ പറഞ്ഞ പോലെയുള്ള അമ്മിയമ്മയുടെ കുടുംബം, അമ്മ എന്നാണ് പറയുക. ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി മണലൂർ ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. മണലൂർ വെറ്റിനറി ഡിസ്പെൻസറി മുഖേന മണലൂർ ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 380 ഗുണഭോക്താക്കൾക്ക് 1.5 മാസം പ്രായമുള്ള 5 മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വീതമാണ് വിതരണം ചെയ്തത്. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വെറ്റിനറി സർജൻ ഡോക്ടർ അഞ്ജു അന്ന ജെയിംസ് പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് മെമ്പർമാരായ ബീന സേവ്യർ, പുഷ്പ വിശ്വംഭരൻ, ഷേർലി റാഫി, ധർമ്മൻ പറത്താട്ടിൽ, PK സിജു, മരിയ ജിൻസി, രതീഷ് കൂനത്ത്, ബിന്ദു സതീഷ്, വെറ്റിനറി ഡിസ്പെൻസറിയിലെ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ തസ്നി അസീസ്, പ്രഭുരാജ് എന്നിവർ പങ്കെടുത്തു. CPI വാടനപ്പള്ളി LC മെമ്പറും ബ്രാഞ്ച് സെക്രട്ടറിയും കിസാൻ സഭ നേതാവുമായിരുന്ന IM രവീന്ദ്രൻ CPM-നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. IM രവീന്ദ്രനെ CPM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ സുരേഷ് മഠത്തിൽ മാലയിട്ട് പതാക കൈമാറി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം VR ഷിജിത്ത് അധ്യക്ഷത വഹിച്ചു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, സ്ഥിരം സമിതി അധ്യക്ഷൻ AS സബിത്ത്, വാടനപ്പള്ളി LC മെമ്പർമാരായ VD പ്രേംപ്രസാദ്, KK അനിൽകുമാർ, TN ഉദയകുമാർ, തൃത്തല്ലൂർ ബ്രാഞ്ച് സെക്രട്ടറി ബഷീർ വലിയകത്ത്, കുടുംബശ്രീ ചെയർപേഴ്സൺ ബീന ഷെല്ലി, ഷൈജ ഉദയകുമാർ, കൃഷ്ണപിള്ള, ബ്രാഞ്ച് സെക്രട്ടറി PK പ്രേംരാജ്, PH സുൽഫിക്കർ, TR ശശികല, PKS നേതാവ് VK മധു, സുരേഷ് ചള്ളിയിൽ എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയം നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. അതിനോടൊപ്പം തന്നെ മനസ്സിൽ ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നത് പഴയകാല സമര ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, പഴയകാലത്ത് നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ വലിയ വലിയ ജീവിക്കാൻ വേണ്ടി ഒരുപാട് സമര പോരാട്ടങ്ങൾ നടത്തിയുള്ള പ്രസ്ഥാനം, അതുപോലെ നേതൃത്വപരമായി പങ്കുവച്ച നമ്മുടെ നേതാക്കന്മാർ, അവരൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഓരോ പിടിച്ചതും ഓരോ കല്ലുവെപ്പിൽ വയ്ക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ പഴയകാല ഓർമ്മകൾ വരാറുണ്ട്. അപ്പം ആരെയും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ഉള്ളത്. എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കും. പലരും വിട്ടുപോയാൽ പ്രശ്നമാകും തോന്നുന്നു. പഴയകാല ചരിത്രത്തിലുള്ള നമ്മുടെ ചരിത്രത്തിലുള്ള എവിടെ ചെന്നാലും പലരും അന്തിക്കാട് പ്രദേശത്തെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടും.
അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും മുൻ മന്ത്രിയുമായ KP രാജേന്ദ്രന്റെ അടിയന്തര ഇടപെടലിൽ രാജ്യസഭാംഗമായിരുന്ന ബിനോയ് വിശ്വത്തിന്റെ MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച 75 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് 2400 സ്ക്വയർ ഫീറ്റിൽ പുതിയ ഓഡിറ്റോറിയം നിർമ്മിച്ചത്. ചടങ്ങിൽ അന്തിക്കാട് പ്രസ് ക്ലബ്ബിലെ മാധ്യമപ്രവർത്തകരെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സുജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK കൃഷ്ണകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രാജേഷ്, പ്രധാനാധ്യാപിക CV സീന, PTA പ്രസിഡന്റ് രാജീവ് സുകുമാരൻ, PTA വൈസ് പ്രസിഡന്റ് AB ബാബു, MPTA പ്രസിഡന്റ് ജൂലി ജോസഫ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് KV രാജേഷ്, സ്കൂൾ വികസന സമിതി കൺവീനർ AV ശ്രീവത്സൻ, വികസന സമിതി അംഗം MK സതീശൻ, രാംകുമാർ കാട്ടാനി, ഷാഹുൽ അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. നവംബർ 3 മുതൽ 6 വരെ എങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുന്ന വലപ്പാട് ഉപജില്ല സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം എങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് നിർവഹിച്ചു. വലപ്പാട് ഉപജില്ല ഓഫീസർ KV അമ്പിളി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സജു വടക്കേത്തല അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് മെമ്പർ KB സുരേഷ്, എങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല സോമൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീഷ് പനിക്കൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതു കണ്ണൻ, പഞ്ചായത്ത് മെമ്പർമാരായ ഉഷ പുരുഷോത്തമൻ, ഉഷ സുകുമാരൻ, ബാബു ചെമ്പൻ, KR ശിവദാസ്, KS ഹർഷവർദ്ധനൻ, സുമയ്യ സിദ്ദീഖ്, സ്കൂൾ PTA പ്രസിഡന്റ് രാധാകൃഷ്ണൻ പുളിഞ്ചോട്, വടനപ്പള്ളി SI CU മുഹമ്മദ് റാഫി, വലപ്പാട് ഉപജില്ല വികസന സമിതി അംഗങ്ങളായ AA ജാഫർ, CK ബിജോയ്, MA സാദിഖ്, TV വിനോജ്, സെന്റ് തോമസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ CC ബെസ്സി, ഉപജില്ലാ കലോത്സവം ജോയിന്റ് കൺവീനറും സെന്റ് തോമസ് HS പ്രധാനാധ്യാപകൻ PK സോജൻ എന്നിവർ സംസാരിച്ചു. ഇന്ന് സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ചെയർമാൻ ഇന്നിവിടെ ലോഗോ പ്രകാശനം നടത്തും. അത് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഫാദറാണ്. ഇന്ന് നല്ലൊരു പരിപാടിയായിട്ട് തന്നെ നമുക്കത് നടത്തി മുന്നോട്ട് പോകണം. ടീച്ചറുടെ സൂചിപ്പിച്ച പോലെ ഒരുപാട് തിരക്കുകൾ തന്നെയാണ്. പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരക്ക് പിടിച്ചൊരു അന്തരീക്ഷമാണ്. കാരണം ഞങ്ങളുടെ ഭരണസമിതി ഇറങ്ങാൻ ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതിന്റെ ഇലക്ഷൻ പ്രഖ്യാപനത്തിന്റെ മുന്നായി ചെയ്തു തീർക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുടെ ഓട്ടത്തിലാണ് ഞങ്ങളെല്ലാവരും. അതുപോലെ തന്നെ കലോത്സവം കാരമുക്ക SNGS HSSലെ NSS വിദ്യാർത്ഥികൾ തിരികെ എന്ന പദ്ധതിയുടെ ഭാഗമായി കാരമുക്ക കൃപാസദൻ സന്ദർശിച്ചു. കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചും തുടർന്ന് അമ്മമാർക്ക് വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. ഉച്ചയ്ക്ക് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. NSS PO രജിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ സിൽഡിയ സ്നേഹ സന്ദേശം നൽകി. സ്കൂൾ മാനേജർ പ്രദീപ് മാസ്റ്റർ, PTA പ്രസിഡന്റ് PB ജോഷി എന്നിവർ സംസാരിച്ചു. രണ്ട് വാക്ക് നമ്മുടെ ഈ സ്ഥാപനത്തെക്കുറിച്ച് ഞാൻ പറയാം. ഒരു 9 വർഷത്തോളമായി നമ്മളിവിടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. നമ്മുടെ ലക്ഷ്യം ആരുമില്ലാത്തവർക്ക് അല്ലെങ്കിൽ അവരെ നോക്കാൻ സാഹചര്യമില്ലാത്തവർക്ക് ഒരു തണലേകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ പല സാഹചര്യങ്ങളിലും വയ്യാത്തവരായിട്ടും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവരായിട്ടൊക്കെയുള്ള അമ്മമാരാണ്. അപ്പം അവർക്ക് ആരുമില്ല എന്നല്ല, എല്ലാവരും ഉണ്ടെന്നൊരു തോന്നൽ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേജിൽ അവരെ നോക്കുക, പരിപാലിക്കുക. നമുക്കും മറ്റുള്ളവർ തരുന്നതിൽ നിന്ന് നമ്മളിവരെ സഹായിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നു. അപ്പം നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കും വീട്ടിൽ നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ പ്രായമായി വരുമ്പം അവർക്കൊരു തണൽ നിങ്ങളായിരിക്കണം. മറ്റുള്ളവർക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് ബുദ്ധിമുട്ടായിട്ടല്ല പറയുന്നത്, എങ്കിലും നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മളാൽ തന്നെ, നമ്മളെ അവരല്ലേ വളർത്തി വലുതാക്കുന്നത്. നമുക്കെല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരുന്നുണ്ട്. അപ്പം അവരെ നമ്മൾ കെയർ ചെയ്ത് നമ്മൾ വളർത്തിക്കൊണ്ട് നമ്മുടെ തണലിൽ കൊണ്ടുപോകണം എന്നുള്ളൊരാശയം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. റോഡുകളുടെ പുനരുദ്ധാനം സംബന്ധിച്ച് മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് വിശദീകരണം നൽകി. മണലൂർ ഗ്രാമപഞ്ചായത്തിലെ മരാമത്ത് വർക്കുകൾ 8 എണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ടെൻഡർ പോയിട്ടുണ്ടെന്നും കോൺക്രീറ്റ് വർക്കുകളെല്ലാം ഈ മാസം അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ടാറിംഗ് വർക്കുകൾ ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം മെയ് 15 മുതൽ നവംബർ 15 വരെ പഞ്ചായത്ത് തലത്തിൽ നടത്താൻ അനുവാദമില്ല. പഞ്ചായത്ത് റോഡ് ഗ്രാന്റ് ഇനത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിച്ച തുകയാണ് 23 ലക്ഷം. അതിൽ ആനക്കാട് ശ്മശാനം റോഡിന് പഞ്ചായത്ത് ഭരണസമിതി പൊതുവായ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് തുക അനുവദിച്ചത്. കഴിഞ്ഞ 4 വർഷത്തിൽ ഈ റോഡ് വർക്കിന് മെമ്പർമാർക്ക് കൊടുക്കുന്ന തുകയിൽ നിന്ന് വാർഡിലെ മെമ്പർ ഒരു നയാ പൈസ പോലും മാറ്റിവെച്ചിരുന്നില്ല. അവിടുത്തെ ജനങ്ങളുടെയും ക്രിമിറ്റോറിയത്തിനെ ആശ്രയിക്കുന്ന ജനങ്ങളുടെയും ആവശ്യപ്രകാരമാണ് തുക നീക്കിവെച്ചത്. ആ 23 ലക്ഷത്തിൽ നിന്നുള്ള കുറവ് പൈസയാണ് ഗവൺമെന്റ് ഈ വർഷം റോഡ് ഗ്രാന്റ് തന്നിട്ടുള്ളത്.
മറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ആശയപരമായിട്ട് ഒരു പഞ്ചായത്ത് ഭരണസമിതി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ സമരത്തിന് കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോക്കും മറ്റു പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭരണസമിതിയെക്കുറിച്ച് പറയുമ്പോൾ ഈ ഭരണസമിതി 2020 ഡിസംബർ മാസം 30 അധികാരത്തിൽ വന്നു. 2025 എത്തി നിൽക്കുമ്പോൾ 2 പ്രാവശ്യം സംസ്ഥാന സർക്കാരിൻ്റെ ആർദ്ര കേരള പുരസ്കാരം മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കുടുംബാരോഗ്യ കേന്ദ്രത്തിനും പഞ്ചായത്തിൻ്റെ ടോട്ടലായുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. ഒപ്പം തന്നെ നാഷണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് NQS എന്ന് പറയുന്ന നാഷണൽ ക്വാളിറ്റി ദേശീയ തലത്തിൽ, അതായത് പഞ്ചായത്ത് തലത്തിൽ, ബ്ലോക്ക് തലത്തിൽ, ജില്ലാ തലത്തിൽ, സ്റ്റേറ്റ് തലത്തിൽ കഴിഞ്ഞിട്ട് നമുക്ക് നാഷണൽ സ്റ്റാൻഡേർഡ് നമുക്ക് പഞ്ചായത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഒരു പ്രശംസയുടെ ഒരു നെടുപടി നിൽക്കുന്ന ഒരു പഞ്ചായത്ത്, ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പഞ്ചായത്ത്. ബഹുമാനപ്പെട്ട മെമ്പർ നമുക്ക് റോഡുകൾ വൃത്തിയാക്കിയില്ല അല്ലെങ്കിൽ റോഡുകൾ പണിതില്ല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മെമ്പർക്ക് കഴിഞ്ഞ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിൽ 23 ലക്ഷം രൂപ പഞ്ചായത്തിന് അനുവദിച്ചിരുന്നു റോഡുകളുടെ മെയിൻ്റനൻസിനായിട്ട്. അതിൽ ബഹുമാനപ്പെട്ട മെമ്പർ 4 വർഷം 6 മാസമായിട്ട് ഈ പറയുന്ന ആനക്കാട് ശ്മശാന റോഡിന് 5 പൈസ പോലും വകയിരുത്തിയിട്ടില്ല. പഞ്ചായത്ത് ഭരണസമിതി ആ റോഡിനെ അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട്, ശ്മശാനത്തിലേക്ക് പോകുന്ന റോഡിനെ മുന്നിൽ കണ്ടുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി ഒരു മെമ്പർ ആവശ്യപ്രകാരമല്ല ഒറ്റടക്കം എന്താ ചെയ്തിട്ടുള്ള ആ റോഡിന് 10 ലക്ഷം രൂപ വകയിരുത്താണ് ചെയ്തത്. ഒപ്പം തന്നെ അതിൻ്റെ പാരലായിട്ട് എടുക്കുന്ന ശ്രീ ഷോയ് നാരായണൻ്റെ വാട്ടർ അതോറിറ്റി പൊളിച്ചിട്ടുള്ള റോഡിലേക്ക് നമ്മൾ 8 ലക്ഷം രൂപ വകയിരുത്താണ് ചെയ്തത്. അപ്പോൾ അവിടെ മെമ്പർ ആവശ്യപ്പെടാതെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി ആ ജനങ്ങളുടെ ആവശ്യത്തിന്, അവിടുത്തെ ജനങ്ങളുടെ പ്രാദേശികമായിട്ട് 4-5 വാർഡിനെ പങ്കിടുന്ന റോഡായതുകൊണ്ട് മെമ്പർമാർക്ക് അതിന് വേണ്ട എന്നുള്ള തോന്നൽ കൊണ്ട് പൊതുവായിട്ട് പൈസ വന്നതിൽ നിന്നാണ് നമ്മൾ പൈസ അലോട്ട് ചെയ്തത്. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം പറയാം, ഇവിടെ പൈസ വീതം വയ്ക്കുമ്പോൾ എല്ലാവർക്കും തുല്യമായിട്ടാണ് നമ്മൾ പൈസ വീതം വയ്ക്കുക. അതിൽ 8 ലക്ഷം രൂപ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഭരണസമിതിയിലെ എല്ലാ മെമ്പർമാർക്കും തുല്യമായിട്ട് നമ്മൾ പൈസ വീതം വെച്ചിരുന്നു. അതുകൂടാതെയാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് 10 ലക്ഷം രൂപ മാർച്ച് മാസത്തിൽ നമ്മൾ ബഹുമാനപ്പെട്ട രാകേഷ് മെമ്പർക്ക് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെയും കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെയും ദുർഭരണത്തിനും അഴിമതികൾക്കുമെതിരെ അന്തിക്കാട് മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സായാഹ്ന ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി തങ്കമണി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു മുഖ്യാതിഥിയായി. ജില്ലാ സെക്രട്ടറി റസിയ ഹബീബ് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KB രാജീവ്, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ VK മോഹനൻ, E രമേശൻ, ഷൈൻ പള്ളിപ്പറമ്പിൽ, N ബാലഗോപാലൻ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഗൗരി ബാബു മോഹൻദാസ്, ഷീജ ജോൺസൺ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശാന്ത സോളമൻ, അഡ്വക്കേറ്റ് സുരജ, EI ആൻഡോ, സിദ്ധാർത്ഥൻ കളത്തിൽ, ശ്രീജിത്ത് പുന്നപ്പള്ളി എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ SC വിഭാഗം കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6,78,000 രൂപ വകയിരുത്തി 212 കുടുംബങ്ങൾക്കാണ് ടാങ്ക് അനുവദിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 60 കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സായിദ മുത്തുക്കോയ തങ്ങൾ, ER ഷീല, ഹേമലത രാജ്കുട്ടൻ, പഞ്ചായത്ത് അംഗങ്ങളായ RR രാധാകൃഷ്ണൻ, സുജ ശിവരാമൻ, സുജിത സലീഷ്, സെൽവപ്രകാശ്, സന്ധ്യ സുനിൽ, സ്നേഹദത്ത്, ജയന്തി മനോജ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മിനി, SC പ്രൊമോട്ടർ ദിൽഷ തുടങ്ങിയവർ പങ്കെടുത്തു. സൂചിപ്പിച്ച പോലെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിലും ആസൂത്രണ സമിതി യോഗങ്ങളിലൊക്കെ നമ്മളുടെ വർക്കിംഗ് ഗ്രൂപ്പിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വാട്ടർ ടാങ്ക് കൊടുക്കാമെന്നുള്ള തീരുമാനം നമ്മൾ എടുത്തത്. നമുക്കറിയാം, മത്സ്യത്തൊഴിലാളി മേഖലയെ സംബന്ധിച്ച് നമ്മൾ ഈ വർഷം കൂടി ടാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെരിഞ്ഞനം പഞ്ചായത്തിലെ എല്ലാ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തേക്കും വാട്ടർ ടാങ്ക് കിട്ടി എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെക്കുറിച്ച് ഏറ്റവും ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം. അതേപോലെ തന്നെ ഇപ്പോൾ SC അംഗങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ടായി. ഇതിൻ്റെ ഒരു 2-3 വർഷം മുന്നാണ്, കഴിഞ്ഞ ഭരണസമിതി ലാസ്റ്റ് സമയത്താണ് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തത്. പിന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം നമ്മൾ വെച്ചത്. കാരണം നമുക്കറിയാം ഒരുവിധം വീടുകളിലൊക്കെ വാട്ടർ ടാങ്ക് ഉള്ള ഇതുകൊണ്ട് പിന്നെ അങ്ങനെ അധികട പുത്തൻകോവിലകം കടവ് റോഡിലെ വർഷങ്ങളായി നിലനിൽക്കുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി
കോൺക്രീറ്റിംഗ് ആരംഭിച്ചു. KGM LP സ്കൂളിന് ചേർന്നുള്ള ഭാഗത്തു നിന്നാണ് കോൺക്രീറ്റ് ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും 81 മീറ്റർ ദൂരത്തിൽ 6 ഇഞ്ച് കനത്തിലാണ് കോൺക്രീറ്റിംഗ് നടത്തുന്നത്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് കോൺക്രീറ്റിംഗ് ആരംഭിച്ചത്. തുടർന്നുള്ള പുത്തൻകോവിലകം കടവ് വരെയുള്ള ദൂരം നിശ്ചിത രീതിയിൽ ഉയർത്തി ടാറിംഗ് ചെയ്യും. CC മുകുന്ദൻ MLA ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് വെള്ളക്കെട്ടിൽ നിന്നും ഉയർത്തി സഞ്ചാരയോഗ്യമാക്കുന്നത്. വർഷങ്ങളായി രൂക്ഷമായ വെള്ളക്കെട്ടും വെള്ളമൊഴുകി പോകുന്നതിനെ ചൊല്ലിയുള്ള തർക്കവും മറ്റും നിലനിന്നിരുന്ന റോഡിന്റെ ശോചനീയാവസ്ഥയും സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന യാത്രക്കാരുടെ ബുദ്ധിമുട്ടും മറ്റും പരിഗണിച്ചാണ് MLA പ്രശ്നത്തിലിടപെട്ട വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളുടെയും റോഡ് ആക്ഷൻ കൗൺസിലിന്റെയും നാട്ടുകാരുടെയും ഒക്കെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. കയ്പമംഗലം GLP സ്കൂളിൽ പുതിയ ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം നടത്തി. സമഗ്ര ശിക്ഷ കേരളം BRC മതിലകത്തിന്റെ നേതൃത്വത്തിൽ സ്റ്റാർസ് പദ്ധതി പ്രകാരം 10 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച അഡീഷണൽ ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ നിർവഹിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. SSK തൃശൂർ DPC ഡോക്ടർ NJ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി. പ്രധാനാധ്യാപിക റുങ്കുരാമൻ, പഞ്ചായത്ത് പ്രസിഡന്റ് മണി ഉല്ലാസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഇസ്ഹാഖ്, വാർഡ് മെമ്പർ സൈനുൽ ആബദീൻ, മതിലകം BPC NC പ്രശാന്ത്, PTA പ്രസിഡന്റ് സക്കറിയ, സീനിയർ അധ്യാപിക ശ്രീജ, MPTA പ്രസിഡന്റ് SMC OSA പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന വാതുക്കാട്ട് വാസുവിന്റെ മകൻ സുരേഷ് കുമാർ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ കാഞ്ഞാണി ആനക്കാട് ശ്മശാനത്തിൽ നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വലപ്പാട് ഉപജില്ല കേരള സ്കൂൾ കായികോത്സവത്തിന് കൊടിയേറി. കായികമേളയിൽ കായിക അധ്യാപകർ പ്രതിഷേധിച്ചു. അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക കാഴ്ച ദിനാചരണം നടത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.